ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം പരിശോധിച്ച് നോക്കുവിനെന്ന് തെസ്സലോനിക്ക ലേഖനം 1:5-21 കാണാം. ഞാനൊരു കത്തോലിക്കനായിട്ടാണ് ജനിച്ചു വളർന്നത്. ആ സഭ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് കൊന്ത, മാതാവിനോടുള്ള പ്രാർത്ഥനയാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് എൻ്റെ 25 വയസ്സ് വരെ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടില്ല. കാരണം സഭ പഠിപ്പിക്കുന്നൊരാചാരം അത് പരിശോധിച്ച് നോക്കുവാനോ സത്യം കണ്ടെത്തുവാനോ അല്ല, മറിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാനുള്ളതാണ്. എന്നാൽ 25-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വചനം പരിശോധിച്ചപ്പോൾ നമ്മുടെ പാരമ്പര്യങ്ങൾ അതേപടി സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നില്ല. എല്ലാം പരിശോധിച്ച് നോക്കുവിനെന്നാണ് 1 തെസ്സലോനി 5:21 പറയുന്നത്. കർത്താവായ യേശു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥന പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അത് കാണാം. എന്നാൽ ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയിൽ കടന്നുകൂടിയ ചില തെറ്റിദ്ധാരണകൾ, അനാവശ്യ പ്രവണതകൾ കർത്താവ് തിരുത്തി. അന്ന് പലരും പ്രാർത്ഥിച്ചിരുന്നത് ദൈവവചനപ്രകാരമായിരുന്നില്ല. മനുഷ്യരുടെ ബഹുമാനം കിട്ടുവാൻ, മനുഷ്യർക്ക് വിളങ്ങുവാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ദൈവത്തോടുള്ള ഒന്നാകേണ്ടതിന് പകരം മനുഷ്യരുടെ ഇടയിൽ ഭക്തിയുള്ളവൻ എന്നുള്ള പേര് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, അന്ന് ക്രിസ്തുവിൻ്റെ കാലത്ത് പലരും പ്രാർത്ഥിച്ചിരുന്നത് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയായിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം നടത്തരുത്, അഥവാ ജൽപ്പനം ചെയ്യരുത്. തിരുവചനം പഠിച്ചപ്പോൾ ഞാൻ ആത്മാർത്ഥമായി ചൊല്ലിയിരുന്ന ഒരു ജപം 53 മണി ജപം, കൊന്ത, ജപമാല എന്നുള്ള പേരുകളിൽ അത് അറിയപ്പെടുന്നു. 25 വയസ്സ് വരെ ഈ ജപം ഞാൻ ചോദ്യം ചെയ്തിരുന്നില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. എന്താണ് സത്യം? ദൈവത്തിൻ്റെ വചനമാണ് സത്യമെന്ന് യോഹന്നാൻ 17:17 കാണാം. ഈ ചില സത്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ആരെയും വിമർശിക്കുവാനോ വിധിക്കുവാനോ അല്ല. 25 വയസ്സ് വരെ സത്യമറിയാതെ അന്ധനായി കഴിഞ്ഞ എനിക്ക് കർത്താവ് വചനത്തിലൂടെ വെളിച്ചം കാണിച്ചു തന്നപ്പോൾ പാരമ്പര്യത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിച്ചു. പാരമ്പര്യത്തിൻ്റെ തടവറയിൽ കിടക്കുന്നവർ യഥാർത്ഥ സത്യം മനസ്സിലാക്കണം. ആ ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ചില കാര്യങ്ങൾ തുറന്ന് അതേസമയം സ്നേഹത്തോടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 53 മണി ജപത്തിൻ്റെ തുടക്കം ഇപ്രകാരമാണ്: അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ, നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അതിരില്ലാത്ത മഹിമപ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യതയില്ലാത്തവരായിരിക്കുന്നുവെങ്കിലും നിൻ്റെ അതിരില്ലാത്ത ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ സ്തുതിക്കായിട്ട് 53 മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ ജപം ഭക്തിയോടെ ചെയ്ത് പല വിചാരം കൂടാതെ തികയ്ക്കുവാൻ കർത്താവെ നീ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയുകയാണ്, കർത്താവെ, നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ. എന്താണ് അതിൻ്റെ അർത്ഥം? രക്ഷിക്കപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് എന്തിനു വേണ്ടിയാണ് അറിഞ്ഞുകൂടാ. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറഞ്ഞിരിക്കെ ആ കാര്യവുമായി ഒരു ബന്ധവുമില്ലാതെ നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ, ഇതാണ് കൊന്ത ചെല്ലുന്ന ഒരു വ്യക്തിയുടെ ആത്മീയ അവസ്ഥ എന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. തുടർന്ന് പറയുന്നു, നിൻ്റെ അതിരില്ലാത്ത ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ സ്തുതിക്കായിട്ട് 53 മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് 53 മണി ജപം ചെയ്യുന്നത് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധ ദൈവമാതാവിനെ സ്തുതിക്കായിട്ട്. പ്രിയമുള്ളവരെ, ദൈവമാര്, യേശുവിൻ്റെ അമ്മയായ മറിയമാര്, ഒരു ദൈവ പൈതൽ സ്തുതിക്കേണ്ടത് സർവശക്തനായ ദൈവത്തെയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്, സൃഷ്ടികളെ സ്തുതിക്കരുത്, സൃഷ്ടികൾക്ക് മഹത്വം കൊടുക്കരുത്. സൃഷ്ടികൾക്ക് സ്തുതിയും മഹത്വവും കൊടുത്താൽ നീചമായ പാപങ്ങൾക്ക് അവർ ഇരയായി തീരുമെന്ന് റോമാലേഖനം 1-ാം അധ്യായത്തിൽ കാണാം. ഇവിടെ സൃഷ്ടിയായ ഈ മറിയത്തെ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ സഹായം തേടുകയാണ്.
ബീഡി വലിക്കരുത് എന്ന് പറയുന്ന അപ്പനോട് മകൻ ചോദിക്കുകയാണ്, അപ്പ ഒരു ബീഡി തന്ന് എന്നെ സഹായിക്കണം. സൃഷ്ടികൾക്ക് മഹത്വം കൊടുക്കരുത്, അവയെ വണങ്ങരുത്, അവയെ ആരാധിക്കരുത്, അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. എന്നാൽ ഇവിടെ തുടക്കത്തിൽ പറയുന്നത് പരിശുദ്ധ ദൈവമാതാവിന് സ്തുതിക്കായിട്ട് 53 മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ ജപം ഭക്തിയോടെ ചെയ്ത് പല വിചാരം കൂടാതെ തികയ്ക്കുവാൻ കർത്താവെ നീ സഹായിക്കണമേ. സൃഷ്ടിയെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ സർവശക്തനായ കർത്താവിൻ്റെ സഹായം തേടുക. ഇത് വലിയ അനീതിയാണ്, വചനവിരുദ്ധമാണ്. ഒരു ക്രിസ്ത്യാനി ആരോട് പ്രാർത്ഥിക്കണം? 25 വയസ്സ് വരെ കത്തോലിക്കനായി ഞാൻ ജീവിച്ചു. അന്ന് എൻ്റെ ധാരണ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷെ ഒരു ക്രിസ്ത്യാനി ആരോട് പ്രാർത്ഥിക്കണം? ക്രിസ്ത്യാനി പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്തുവിനോടാണ്, യാതൊരു സംശയവുമില്ല. 25 വയസ്സ് വരെ എൻ്റെ പ്രാർത്ഥന പ്രധാനമായും കൊന്ത ഈ ജപമാല 1-2 തവണയല്ല, ആയിരക്കണക്കിന് തവണ ഞാനിത് ഉരുവിട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത് വചനപ്രകാരമാണോ, യേശു പറഞ്ഞിട്ടുണ്ടോ കൊന്ത ചെല്ലുവാൻ, യേശുവിൻ്റെ അമ്മയായ മറിയ പറഞ്ഞിട്ടുണ്ടോ കൊന്ത ചെല്ലുവാൻ ഞാൻ ചിന്തിച്ചിരുന്നില്ല. വിശുദ്ധ ബൈബിളിൽ എവിടെയും യേശുവാകട്ടെ, യേശുവിൻ്റെ യഥാർത്ഥ അമ്മയായ മറിയമാകട്ടെ, ഇന്ന് പ്രചരിക്കുന്ന മറിയമല്ല, ഈ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അമ്മ, ആ അമ്മ ഒരിക്കലും ആരോടും കൊന്ത ചെല്ലാനോ എന്നെ വിളിച്ചപേക്ഷിക്കാനോ പറഞ്ഞിട്ടില്ല. കൊന്ത എന്ന വാക്ക് തന്നെ ബൈബിളിൽ ഒരിടത്തുമില്ല. കൊന്തരെ എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ്. ഇനി എല്ലാം പരിശോധിച്ച് നോക്കണം, അത് ഒരു ക്രിസ്ത്യാനിക്കുള്ള അവകാശമാണ്. ചില ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. എനിക്ക് മാത്രമല്ല, വിശുദ്ധ ബൈബിൾ എല്ലാവരോടും പറയുന്നു, എല്ലാം പരിശോധിച്ച് നോക്കണം. നാം ചൊല്ലുന്ന ജപങ്ങൾ, പാരമ്പര്യമായി നിലനിൽക്കുന്ന ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അത് ശരിയാണോ, ദൈവത്തിന് പ്രസാദം വരുത്തുന്നതാണോ, ദൈവത്തിന് പ്രകോപനം വരുത്തുന്നതാണോ എന്ന് പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. അല്ലാതെ എൻ്റെ പാരമ്പര്യം ഇതാണ്, ഞാനത് ഫോളോ ചെയ്യുന്നു, അങ്ങനെ പറയാൻ നമുക്ക് അനുവാദമില്ല. ഈ കൊന്ത ജപത്തിൻ്റെ തുടക്കത്തിൽ 53 മണി ജപം എന്നാണ് എഴുതിയിരിക്കുന്നത്. വാസ്തവത്തിൽ 59 മണിയുണ്ട്. 6 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. 59 മണിയുണ്ടെങ്കിലും ഇതിന് 53 മണി എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട്? 53 തവണ മറിയത്തോടുള്ള ജപം, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപമാണ് ചൊല്ലുന്നത്. കേവലം 6 തവണയാണ് യേശു ക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലുന്നത്. എന്നാൽ ആ 6 കണക്കിൽ കൂട്ടിയിട്ടില്ല. കേവലം മറിയത്തോടുള്ള 53 തവണ ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളതാണ് കണക്കിലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ 53 മണി ജപം എന്ന് വിളിക്കുന്നു. ഇനി ഈ 53 തവണ ആവർത്തിക്കുന്ന ജപം ചെറുപ്പത്തിൽ പഠിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ, ആമേൻ. ഇതാണ് ആ ജപം. വൈകുന്നേരങ്ങളിൽ ഇതാണ് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇനി ഈ ജപത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്നാണ്. പ്രിയമുള്ളവരെ, ആരാണ് നന്മ നിറഞ്ഞവൻ? പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ മറിയത്തെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിച്ചുവെന്നാണ്. വിശുദ്ധ ബൈബിൾ ഒരിക്കലും മറിയത്തെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിച്ചിട്ടില്ല. ദൈവകൃപ ലഭിച്ചവളെ എന്നാണ് POCയിൽ. മറിയത്തിന് ലഭിച്ചത് കൃപയാണ്. നന്മയാൽ നിറഞ്ഞവൻ ഒരുവൻ മാത്രമേയുള്ളൂ, അത് സർവശക്തനായ ദൈവമാണ്. ഒരു സൃഷ്ടിക്കും നന്മയാൽ നിറയാൻ സാധ്യമല്ല. എന്തെങ്കിലും അപാകതകൾ ചിന്തയിലോ നോട്ടത്തിലോ പെരുമാറ്റത്തിലോ പാപം ചെയ്യാത്ത ഒരു സൃഷ്ടിയുമില്ല. നന്മ നിറഞ്ഞവൻ ദൈവം. ഇതിനോടനുബന്ധിച്ച് ഇക്കാര്യം വ്യക്തമാക്കുന്ന ഒരു പുസ്തകം ഈ എളിയവൻ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കുകയാണ്. ദൈവദൂതൻ മറിയത്തെ നന്മ നിറഞ്ഞവളെ എന്ന് വിളിച്ചിട്ടില്ല, വിളിക്കുകയുമില്ല. മറിച്ച് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് വിളിച്ചത്. അക്കാര്യം ലൂക്കോസ് 1-ാം 26 തൊട്ട് 30 വരെ വായിച്ചാൽ കാണാം. കാരണം നന്മ നിറഞ്ഞവൻ ദൈവം മാത്രം, നന്മ നേരും അമ്മ, ലോകമാത എന്നൊക്കെ പാടുമ്പോൾ മറിയത്തെ ദൈവതുല്യയാക്കുകയാണ് ചെയ്യുന്നത്. മറിയത്തിന് ലഭിച്ചത് കൃപയാണ്.
അർഹതയില്ലാത്ത പാപികളുടെ മേൽ ദൈവം ചൊരിയുന്ന കരുണയെയാണ് കൃപ എന്ന് പറയുന്നത്. അക്കാര്യം റോമാലേഖനം 5-20 കാണാം. മറിയം മാത്രമല്ല, എല്ലാ വിശ്വാസികളും ദൈവകൃപ നിറഞ്ഞവരാണ് എന്ന് ബൈബിൾ സാക്ഷിക്കുന്നുണ്ട്. തെളിവ് യോഹന്നാൻ 1:16-17, തീത്തോസ് 2:11. തീത്തോസ് 2:11 പറയുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുത്തകയല്ല കൃപ ലഭിക്കുക എന്നുള്ള കാര്യം. ദൈവകൃപ നിറഞ്ഞ മറിയത്തെ നന്മ നിറഞ്ഞവളായി ചിത്രീകരിക്കുന്നത് ദൈവവചനത്തിനെതിരായ പാപമാണ്. കൊന്തയിൽ 53 തവണ നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിക്കുമ്പോൾ 53 തവണ വചനത്തിനെതിരായി പാപം ചെയ്യുന്നു. ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇത് ആരോട് പറഞ്ഞതാണ്? ഗബ്രിയേൽ മറിയത്തോട് പറഞ്ഞ ഒരു അറിയിപ്പാണ്. ഗബ്രിയേൽ പലരോടും, വിശുദ്ധ ബൈബിളിൽ മാലാഖമാർ പലരോടും സന്ദേശം നൽകുന്നുണ്ട്. സക്കറിയ പുരോഹിതനും മാലാഖ സന്ദേശം നൽകുന്നുണ്ട്. മാലാഖ ഒരു പ്രത്യേക വ്യക്തിയോട് നൽകുന്നൊരു സന്ദേശം നാം ഉരുവിടുകയാണെങ്കിൽ അത് പ്രാർത്ഥനയാവുകയില്ല. ഉദാഹരണത്തിന്, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ കാര്യം ഒരു വ്യക്തി ആവർത്തിച്ച് പറയുമ്പോൾ അതെങ്ങനെ പ്രാർത്ഥനയാകും? അതൊരു പ്രസ്താവനയാണ്. നാം ഒരു പ്രസ്താവന എത്ര തന്നെ ആവർത്തിച്ച് പറഞ്ഞാലും അതിൽ പ്രാർത്ഥനയുടെ ഒരു അംശം പോലും ഇല്ല. ഈ ജപത്തിൻ്റെ ആദ്യ പകുതി ഒരു അറിയിപ്പാണ്, ഗബ്രിയേൽ പറയുന്ന അറിയിപ്പ്. കൂടാതെ എലിസബത്തിൻ്റെ ചില പ്രസ്താവനകളും ഗബ്രിയേൽ മാലാഖ സക്കറിയ പുരോഹിതനോടും ചില കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഒരു മാലാഖ ചില പ്രത്യേക വ്യക്തികൾക്ക് നൽകുന്ന അറിയിപ്പുകൾ നാം ഉരുവിട്ടാൽ അതെങ്ങനെ പ്രാർത്ഥനയാകും? മറിയത്തോട് ഗബ്രിയേൽ നൽകിയ അറിയിപ്പിനെ തുടർന്ന് മറിയത്തിൻ്റെ പ്രസവവും കഴിഞ്ഞ് ഇപ്പോൾ 2000-ലധികം വർഷമായി. ഇനി ആരോടാണ് ഈ അറിയിപ്പ് അറിയിക്കേണ്ടത്? മറിയം ഇനി പ്രസവിക്കുകയില്ല. ഈ അറിയിപ്പ് ഇനി മറിയത്തെ കൊന്തഭക്തർ അറിയിച്ചിട്ട് എന്ത് പ്രയോജനം? ചിലർ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം ഇപ്രകാരമാണ് ചൊല്ലുന്നത്: സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അമ്മയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ശിശുവിനെ പ്രസവിക്കുന്നതിന് മുമ്പുള്ള കന്യകയായ മറിയത്തെ അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നത് മറിയത്തെ അപമാനിക്കലാണ്. ഇതൊക്കെ ആരാണ് ചിന്തിക്കുന്നത്? ഈ ജപത്തിൻ്റെ രണ്ടാം പകുതി, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ എന്നാണ് വിളിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി മറിയത്തെയല്ല പരിശുദ്ധ മറിയമേ എന്ന് വിളിക്കേണ്ടത്. എന്തുകൊണ്ട്? ദൈവം മാത്രമാണ് പരിശുദ്ധൻ. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ യാതൊരു പാപവും ചെയ്യാത്തവൻ. യാതൊരു പാപവും ചെയ്യാത്ത ഒരു വ്യക്തിയുണ്ടോ? യേശു ക്രിസ്തുവിനെ ഒഴിച്ചു നിർത്തിയാൽ മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ നടന്ന സകലരും പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയെ ഒരിക്കലും പരിശുദ്ധൻ എന്നുള്ള പദത്താൽ അഭിസംബോധന ചെയ്യാൻ പാടില്ല. ഒരു ക്രിസ്ത്യാനി ആരെയാണ് പരിശുദ്ധൻ എന്ന് വിളിക്കേണ്ടത്? വായിക്കുന്നു, മറിയമോ കർദിനാളന്മാരോ ഒന്നും പരിശുദ്ധന്മാരല്ല, കർത്താവ് മാത്രമാണ് പരിശുദ്ധൻ. വെളിപ്പാട് 15:4 പറയുന്നത്, അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ, അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. കർത്താവിനുള്ള യോഗ്യത മറ്റൊരാൾക്കും ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അത് വലിയ തിന്മയാണ്. ഇനി 1 ശമൂവേൽ 2:2 കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. 2003 കർദിനാൾ വർക്കിവിധേയത്തിൽ കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാർക്ക് വേണ്ടി, മെത്രാൻ സമിതിക്ക് വേണ്ടി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു, വിശ്വാസവും ധാർമ്മികതയും, ചില അടിസ്ഥാന കാഴ്ചപ്പാടുകൾ. ആ പുസ്തകത്തിൽ അവർ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: സഭ മറിയത്തെ ആരാധിക്കുന്നില്ല, മറിയത്തെ ക്രിസ്തുവിനുപരി പ്രതിഷ്ഠിക്കുകയോ ദൈവവുമായുള്ള ബന്ധത്തിന് തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല. ഈ പ്രസ്താവന ശരിയല്ല എന്നുള്ളത് കൊന്ത എന്നുള്ള ജപം വചനപ്രകാരം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാക്കാം. കത്തോലിക്കനായാലും പെന്തക്കോസ്തുകാരനായാലും ഈ ജപം വചനപ്രകാരം ശരിയാണോ എന്നുള്ളത് പരിശോധിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
ഇനി കൊന്തയിൽ പറയുന്നത് പരിശുദ്ധ മറിയമേ, ആ വിളി തെറ്റാണെന്ന് മനസ്സിലായല്ലോ. ഒരു വ്യക്തിയെ പരിശുദ്ധനെന്ന് വിളിക്കുമ്പോൾ നാം ദൈവത്തെ പ്രകോപിപ്പിക്കുകയാണ്, ദൈവത്തിന് പ്രസാദം വരുത്തുകയല്ല. പരിശുദ്ധനായി ദൈവം മാത്രം ഇരിക്കെ മനുഷ്യർക്ക് പരിശുദ്ധൻ എന്നുള്ള പേര് കൊടുക്കുന്നത് വലിയ തിന്മയാണ്. എന്തുകൊണ്ട്? പിശാചിൻ്റെ ആഗ്രഹം എന്താണ്? ദൈവത്തിന് തുല്യനായി ഞാൻ മാറണം. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പിശാച് വരുമ്പോഴാണ് എനിക്ക് ദൈവത്തിന് തുല്യം ആകണം എന്നുള്ള ചിന്ത വരുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റുള്ളവർ എന്നെ പരിശുദ്ധൻ എന്ന് വിളിക്കുവാൻ അവന് ആഗ്രഹം വരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയിൽ ലൂസിഫറിൻ്റെ ആത്മാവ് കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് മാത്രം അർഹതപ്പെട്ട പേരാണ്. യെശയ്യാ പ്രവാചന പുസ്തകം 6-ാം അധ്യായത്തിൽ സാറാഫുകൾ ദൈവത്തെയാണ് പരിശുദ്ധൻ 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 എന്ന് വിളിച്ച് മഹത്വപ്പെടുത്തുന്നത്. അപ്പോൾ കൊന്തയിൽ 53 തവണ പരിശുദ്ധ മറിയമേ പരിശുദ്ധ മറിയമേ എന്ന് വിളിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അത് എത്ര വലിയ തിന്മയാണ് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് കൊന്ത ജപം ഞാൻ ഉപേക്ഷിച്ചത്. അടുത്തതായി കൊന്തയിൽ പറയുന്നു, തമ്പുരാൻ്റെ അമ്മേ. തമ്പുരാൻ അമ്മയുണ്ടോ? ദൈവത്തിന് അമ്മയുണ്ടോ? ഒരു കൊച്ചുകുട്ടി പോലും പറയും തമ്പുരാൻ അമ്മയില്ല. തമ്പുരാൻ അമ്മയുണ്ടെങ്കിൽ തമ്പുരാൻ തമ്പുരാനാകില്ല, കേവലം ഒരു സൃഷ്ടിയായിട്ട് മാറും. സകലത്തിൻ്റെ ഉടയവനായ ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ദൈവത്തിനൊരമ്മയെ കൽപ്പിച്ചാക്കുക എന്നതിനേക്കാളും ഘോരമായൊരു പാപം ആർക്കും ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ ഇവിടെ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ എന്നാണ് വിളിക്കുന്നത്. സഭ മറിയത്തെ ആരാധിക്കുന്നില്ല, മറിയത്തെ ക്രിസ്തുവിന് ഉപരി പ്രതിഷ്ഠിക്കുകയോ ദൈവവുമായുള്ള ബന്ധത്തിന് തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് മെത്രാന്മാർ വാദിക്കുന്നത്. അത് ശരിയല്ല. കാരണം കൊന്തയിൽ ലുത്തിനിയ എന്നുള്ളൊരു ഭാഗമുണ്ട്. അവിടെ മറിയത്തെ വിളിക്കുന്നത് സ്രഷ്ടാവിൻ്റെ മാതാവേ. നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിൽ തമ്പുരാൻ്റെ അമ്മയെന്ന് വിളിക്കുന്നു. ഇനി ലുത്തിനിയിൽ വിളിക്കുന്നത് സൃഷ്ടാവിൻ്റെ മാതാവേ. മറിയം സൃഷ്ടാവിൻ്റെ മാതാവാണോ? ഈ സൃഷ്ടാവിനൊരു മാതാവിനെ നിയമിച്ചു കൊടുക്കുവാൻ ഏതെങ്കിലും സഭാ നേതാക്കൾക്ക് കഴിയുമോ? മറിയം സൃഷ്ടാവിൻ്റെ മാതാവാകണമെങ്കിൽ സൃഷ്ടാവിനേക്കാൾ മുമ്പ് മറിയം ജനിക്കണമായിരുന്നു. യേശു എല്ലാറ്റിനും മുമ്പുള്ളവനും, അത് കൊളോസ്യ ലേഖനം 1:17 കാണാം. യേശു എല്ലാറ്റിനും മുമ്പുള്ളവനാണ്. മാത്രമല്ല അബ്രഹാമിന് മുമ്പുള്ളവനാണ് ഞാനെന്ന് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറിയത്തേക്കാൾ പ്രായം യേശുവിനുണ്ട്. യേശു ദൈവമാണ്. 1 യോഹന്നാൻ 5:20 അത് എഴുതിയിട്ടുണ്ട്. മനുഷ്യരൂപത്തിൽ യേശുവിനെ അവതരിക്കാൻ മറിയത്തെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. യേശുവിനെ വെളിപ്പാടിൽ വിളിച്ചിരിക്കുന്നത് ആദ്യനും അന്ത്യനും എന്നാണ്. വെളിപ്പാട് 22:13 വാക്യം. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ മറിയത്തെ എൻ്റെ അമ്മേ എന്നൊരിക്കലും വിളിച്ചിട്ടില്ല, സ്ത്രീയെ എന്നാണ് വിളിച്ചത്. കാരണം ഈ മറിയ എന്നുള്ളത് യേശുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. യേശു ക്രിസ്തുവിൻ്റെ അമ്മ ഒരിക്കലും ഞാൻ തമ്പുരാൻ്റെ അമ്മയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ കർത്താവിൻ്റെ ദാസി, ലൂക്കോസ് 1:48. അല്ലാതെ ഞാൻ ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ടില്ല. AD 431 മറിയത്തെ കത്തോലിക്ക സഭ തമ്പുരാൻ്റെ അമ്മയാക്കി പ്രഖ്യാപിച്ചത്. അന്ന് 5-ാം നൂറ്റാണ്ടിൽ മറിയത്തെ തമ്പുരാൻ്റെ അമ്മയാക്കണം, അതിനെക്കുറിച്ച് കത്തോലിക്ക സഭയിലെ നേതാക്കൾ തന്നെ ഒരു ആലോചന സമിതി കൂടി. അന്ന് ആ സമിതിയിൽ ദൈവഭക്തരായ ചില കത്തോലിക്ക നേതാക്കളുണ്ടായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ മറിയത്തെ തമ്പുരാൻ്റെ അമ്മയാക്കരുത്, ഇത് പാപമാണ്. എന്നാൽ ഭൂരിപക്ഷം കത്തോലിക്ക നേതാക്കളും മറിയത്തെ തമ്പുരാൻ്റെ അമ്മ തന്നെ ആക്കണം എന്ന് വാദിച്ചു. സത്യത്തിന് വേണ്ടി നിലകൊണ്ട ചില കത്തോലിക്ക നേതാക്കൾക്ക് മൗനം പാലിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ 431 AD 431 ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം നോക്കി മറിയത്തെ തമ്പുരാൻ്റെ അമ്മയാക്കി മാറ്റി. പക്ഷേ അന്ന് തൊട്ട് കത്തോലിക്ക സഭ, അതിലെ ജനങ്ങൾ വല്ലാതെ കുടുങ്ങിപ്പോയി. ദൈവത്തെക്കാളും സ്ഥാനം മറിയത്തിന് കൊടുക്കേണ്ടി വന്നു. ഇന്ന് സാധാരണ ഒരു കത്തോലിക്കന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നത് മറിയത്തോടുള്ള ജപമാണ്. കൊന്ത 53 തവണ മറിയത്തോടുള്ള പ്രാർത്ഥനയാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന പേരിന് 6 തവണ മാത്രം അതിൽ ചൊല്ലാറുണ്ട്.
പക്ഷേ ഒരു കാര്യം, യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന എത്രയോ ശ്രേഷ്ഠമാണ്. കൊന്തയെല്ലാം മനുഷ്യ നേതാക്കൾ എഴുതിയുണ്ടാക്കിയതാണ്. മനുഷ്യ നേതാക്കൾ എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനയ്ക്കൊക്കെ അതിൻ്റെ വൈകല്യങ്ങളുണ്ടാകും. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന അത് സമ്പൂർണമായ പ്രാർത്ഥനയാണ്. അതാണ് ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥിക്കേണ്ടത്. ഇത്രയും ശ്രേഷ്ഠമായ ക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ജപം, മനുഷ്യനെ എഴുതിയുണ്ടാക്കിയ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ആ ജപത്തോടുകൂടെ 53 മണിയിൽ ഈ 6 എണ്ണം കൂടി ഉൾപ്പെടുത്തിയത് അത് തിന്മയാണ്, അത് പാപമാണ്. മറിയത്തെ വിളിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ. റോമാലേഖനം 3:12 നന്മ നിറഞ്ഞവനായി ഒരുവൻ പോലുമില്ല, എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. എന്നാൽ മറിയത്തെ നന്മ നിറഞ്ഞവളായി ചിത്രീകരിക്കുമ്പോൾ ദൈവവചനത്തിനെതിരായി പാപം ചെയ്യുകയാണ്. മറിയത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥാനമുണ്ട്. അതിനപ്പുറം ആരെങ്കിലും സ്ഥാനം കൊടുക്കുവാൻ പരിശ്രമിച്ചാൽ മറിയത്തെ നന്മ നിറഞ്ഞവളാക്കുക, മറിയത്തെ തമ്പുരാൻ്റെ അമ്മയാക്കുക, ഇതൊക്കെ മനുഷ്യൻ ചെയ്ത കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുവാൻ ഒരു മനുഷ്യന് ദൈവം അധികാരം കൊടുത്തിട്ടില്ല. കാരണം യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനത്തിൽ 9-ാം വാക്യം നമ്മോട് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിർ കടക്കുന്ന ഒരാൾക്കും ദൈവമില്ല. നാം എങ്ങനെ പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, അതിനെക്കുറിച്ചെല്ലാം വിശുദ്ധ ബൈബിളിൽ വ്യക്തമായ കൽപ്പനകൾ തന്നിട്ടുണ്ട്. അതിനെ മറികടക്കുന്ന രീതിയിൽ ചില പ്രാർത്ഥനകൾ എഴുതിയുണ്ടാക്കി, മനുഷ്യൻ തന്നെ എഴുതിയുണ്ടാക്കി അതിനെ പ്രചരിപ്പിക്കുന്നത് വചനത്തിന് വിരോധമായ പാപമാണ്. പ്രാർത്ഥന ദൈവത്തെ പ്രകോപനം വരുത്തുന്ന ഒന്നാകാൻ പാടില്ല. യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവൻ പാറയിൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. ഒരാൾ ചോദിക്കുകയാണ്, യേശുക്രിസ്തു കൊന്തയെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ അമ്മ കൊന്തയെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ? ബൈബിളിൽ കൊന്ത എന്ന വാക്കുണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്കും ഇല്ല ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായ മറുപടി. പിന്നെ ഇതെങ്ങനെ വന്നു? മനുഷ്യൻ്റെ പാരമ്പര്യം, മനുഷ്യൻ എഴുതിയുണ്ടാക്കി. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ പാരമ്പര്യത്തിൽ കുടുങ്ങിയാൽ അത് മത്തായിയുടെ സുവിശേഷത്തിൽ കാണാം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നെ വിട്ട് അകലെയാണ്. അവർ മാനുഷിക പാരമ്പര്യങ്ങളെ ദൈവകൽപ്പന പോലെ പ്രമാണിക്കുന്നത് കൊണ്ട് എന്നെ ആരാധിക്കുന്നത് വ്യർത്ഥമാണ്, വെറുതെയാണ്. വിശുദ്ധ ബൈബിളിൽ കാണാത്ത ജപങ്ങൾ ജനകോടികൾ അതിനെ അംഗീകരിച്ചാലും ദൈവം അതിനെ അംഗീകരിക്കുന്നില്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും എന്നാ കർത്താവ് പറഞ്ഞത്. ജനകോടികൾ വചനവിരുദ്ധമായ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം, അവിടെയൊക്കെ ഞാൻ പോകാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. 2 പേരാകട്ടെ 3 പേരാകട്ടെ അവർ വചനാനുസൃതമാണ് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെങ്കിൽ അവരുടെ നടുവിൽ കർത്താവുണ്ട്. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് കൊള്ളണമേ. എന്തിനപേക്ഷിക്കണം? കാര്യമൊന്നും പറയുന്നില്ല. കൊന്തയുടെ ആദ്യ പകുതി പറഞ്ഞല്ലോ, അത് പ്രാർത്ഥനയല്ല, ഒരറിയിപ്പാണ്. ദൂതൻ പറഞ്ഞൊരറിയിപ്പാണ്. ദൂതൻ്റെ അറിയിപ്പ് നാം എത്ര തവണ ഉരുവിട്ടാലും അത് പ്രാർത്ഥനയാവുകയില്ല. സക്കറിയ പുരോഹിതനോടും ദൂതൻ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നാം ഉരുവിട്ടാൽ അത് പ്രാർത്ഥനയാകുന്നില്ല. ഇനി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈ പ്രാർത്ഥനാ വാചകം ആയിരക്കണക്കിന് തവണ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. കത്തോലിക്ക സഭയിൽ കത്തോലിക്ക ഭക്തനായി പുരോഹിതന്മാരുടെ നിർദ്ദേശപ്രകാരം കൊന്ത ചൊല്ലിയിരുന്ന കാലത്ത് അത് ചൊല്ലിയിരുന്നു. പക്ഷേ എന്താണ് ചൊല്ലിയിരുന്നത്, ഞാൻ ഈ പറയുന്നത് എന്താണ്, അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചിരുന്നില്ല. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനിപ്പോഴും പാപിയാണ്, എപ്പോഴും പാപിയാണ്, ഞാൻ മരണസമയത്തും പാപിയാണ്. ക്രിസ്തു കുരിശിൽ മരിച്ചു, എനിക്കെന്താ പ്രയോജനം? ഞാനിപ്പോഴും പാപി, എപ്പോഴും പാപി, മരണസമയത്തും പാപി. അതായത് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം കൊണ്ട് എനിക്ക് പാപമോചനം കിട്ടിയിട്ടില്ല. ഞാനിപ്പോഴും പാപിയായിരിക്കും, എപ്പോഴും പാപിയായിരിക്കും, മരണസമയത്തും പാപിയായിരിക്കും. പ്രിയമുള്ളവരെ, യേശു എന്തിനാണ് കുരിശിൽ മരിച്ചത്? അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കും.
റോമാലേഖനം 8:1 പറയുന്നത്, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. നമ്മുടെ പാപത്തിൻ്റെ മൊത്തം ശമ്പളം ക്രിസ്തു കുരിശിൽ കൊടുത്തു വീട്ടി. എന്നിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായി, എല്ലാം നിവൃത്തിയായി. കാലങ്ങളായ മനുഷ്യൻ കർമ്മങ്ങളാൽ, ആചാരങ്ങളാൽ, യഹൂദന്മാരുടെ ബലികളാൽ പാപമോചനം കിട്ടുവാൻ പരിശ്രമിച്ചു. അവർക്ക് അതിൻ്റെ പൂർണ്ണതയിൽ ലഭിച്ചില്ല. ഒടുവിൽ ദൈവം തൻ്റെ പുത്രനെ അയച്ചു പാപികൾക്ക് മോചനം കൊടുക്കുവാൻ. അതിനുവേണ്ടി വിശുദ്ധ രക്തം ചിന്തി. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ആരെങ്കിലും പാപിയാണ് എങ്കിൽ 53 അല്ല 53,000 തവണ ഞാൻ പാപിയാണ് എന്ന് മറിയത്തോട് ഏറ്റുപറഞ്ഞാലും നിങ്ങളുടെ ഒരു കൊച്ചു പാപത്തിന് പോലും മോചനം തരുവാൻ മറിയത്തിന് കഴിയുകയില്ല. എന്നാൽ ഇന്ന് മറിയത്തോട് ഞാൻ പാപിയാണ് എന്ന് ഉരുവിടുന്നത് അവസാനിപ്പിച്ച് യഥാർത്ഥത്തിൽ പാപമോചനം കൊടുക്കുവാൻ കഴിയുന്ന ഈ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനോട്, ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് ഞാൻ പാപിയാണ് എന്ന് ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. ഇതിനൊരു പുരോഹിതൻ്റെയോ ഒരു പാസ്റ്ററുടെയോ ഒന്നും ശുപാർശ ആവശ്യമില്ല. യോഹന്നാൻ എഴുതിയ ലേഖനം നമ്മോട് പറയുന്നത്, നാം അവിടുത്തോട് പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ സകല അനീതിയെയും നീക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം അവിടുന്ന് നീതിമാനും വിശ്വസ്തനുമാണ്. നോക്കൂ, ഞാൻ യേശു ക്രിസ്തുവിനോട് എൻ്റെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞു. യേശു തൻ്റെ രക്തത്താൽ എൻ്റെ പാപക്കറകൾ കഴുകി എന്നെ ശുദ്ധീകരിച്ചു, എന്നെ വിശുദ്ധീകരിച്ചു, നീതീകരിച്ചു. അതാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നീതീകരണമുണ്ട്, പാപമോചനമുണ്ട്. ക്രിസ്തുവിനോട് ഞാൻ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ഏറ്റു പറഞ്ഞതിന് ശേഷം പാപമോചനം വാങ്ങി പിന്നെ എനിക്കെങ്ങനെ കൊന്ത ചെല്ലാൻ കഴിയും? നിങ്ങൾ പാപക്ഷമ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് നിങ്ങളുടെ സ്വന്തം മിടുക്കുകൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ ആ ക്രൂശീകരണ പ്രവൃത്തിയുടെ യോഗ്യതയാൽ രക്ഷ പ്രാപിച്ച നിങ്ങൾ, പാപക്ഷമ പ്രാപിച്ച നിങ്ങൾ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും ഇപ്പോഴും എപ്പോഴും, പ്രത്യേകിച്ച് മരണസമയത്ത് ഞാൻ പാപിയാണ് എന്ന്? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച ഒരു വ്യക്തി വീണ്ടും പറയുകയാണെന്ന് കരുതുക, ഞാൻ ഇപ്പോഴും പാപിയാണ്, എപ്പോഴും പാപിയാണ്, മരണസമയത്ത് പാപിയാണ്, മരിക്കുമ്പോൾ പോലും ഞാൻ പാപിയാണ്. അങ്ങനെ പറഞ്ഞാൽ അവൻ പ്രാപിച്ച പാപക്ഷമയെ അവഹേളിക്കുകയാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് കൊന്ത ചെല്ലാൻ പാടില്ല, അത് പാപമാണ് എന്നുള്ള കാര്യം വചനത്തിലൂടെ തിരിച്ചറിഞ്ഞു. ആരെയും വിമർശിക്കാനല്ല, ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മാത്രമേ അന്ധതയിൽ കിടക്കുന്നവർക്ക് അത് പ്രയോജനമായി മാറുകയുള്ളൂ. 25 വയസ്സ് വരെ കൊന്തയാൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരുന്നു. വചനമാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. അന്നൊരു പ്രത്യാശയുമില്ല, വളരെ നിരാശയോടെ ഇപ്പോഴെപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. കൊന്ത ചെല്ലുന്ന ഒരു വ്യക്തിയുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വല്ല സന്തോഷമുണ്ടോ? ഒരു പ്രത്യാശയുമില്ലാത്ത മുഖം. ഇപ്പോഴെപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും ഞാൻ പാപി പാപി പാപി, മരിക്കുമ്പോഴും പാപി. ക്രിസ്തു കുരിശിൽ മരിച്ചതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനമെന്നാണ് ആ പ്രാർത്ഥനയിൽ അറിയാതെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. കൊന്തയുടെ തുടക്കത്തിൽ പറയുന്നത്, നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ. അങ്ങനെ വിവിധ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളൊക്കെ കഴിഞ്ഞ് 53 തവണ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം ചൊല്ലുന്നു. അതിനുശേഷം പറയുന്നൊരു പ്രാർത്ഥനാ വാചക പ്രകാരമാണ്, മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റപ്പായേലേ, സ്ലീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലീഹായെ, ഞങ്ങളേറ്റം പാപികളായിരിക്കുന്നു. കൊന്തയുടെ തുടക്കത്തിൽ പറയുന്നത് നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ. ഏകദേശം 20 മിനിറ്റ് മറിയത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ പറയുകയാണ്, ഞങ്ങളേറ്റം പാപികളായിരിക്കുന്നു. തുടക്കത്തിൽ വെറും പാപിയായിരുന്നു. കൊന്ത ചൊല്ലി അവസാനിക്കുന്നതോടെ അവൻ്റെ അവസ്ഥ എന്തായി? ഞങ്ങളേറ്റം പാപികളായിരിക്കുന്നു. ശരിയാണത്. മറിയത്തെ തമ്പുരാൻ്റെ അമ്മയെന്ന് വിളിച്ചാൽ, മറിയത്തെ നന്മ നിറഞ്ഞവളാണ് എന്ന് വിളിച്ചാൽ, സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം
ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മരിച്ചുപോയ ഒരു സൃഷ്ടിയോട് അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഏറ്റവും പാപികളായിരിക്കുമെന്ന് ഈ ജപമാല ഇതിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്ര നേരം പ്രാർത്ഥിച്ചിട്ടും ഈ പ്രാർത്ഥന മറിയത്തിൻ്റെ അടുക്കൽ പെട്ടെന്നൊന്നും എത്തുന്നില്ല എന്നാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. മുഖ്യദൂതനായിരിക്കുന്ന മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, റപ്പായേലേ, സ്ലീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമാസ്ലീഹായെ, ഞങ്ങൾ ഏറ്റവും പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ 53 മണി ജപത്തെ നിങ്ങളുടെ സ്തുതികളോടുകൂടെ ഒന്നായിട്ട് ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം ചെയ്യരുത്, ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത് എന്ന് കർത്താവ് കൽപ്പിച്ചു. അതെത്രയോ വാസ്തവമാണ്. ഇത്ര സമയം പ്രാർത്ഥിച്ചിട്ടും ഈ പ്രാർത്ഥന മറിയത്തിൻ്റെ തൃപ്പാദത്തിൽ എത്തിയിട്ടില്ല. എത്താൻ വേറെ ചില മധ്യസ്ഥന്മാരെ കൂടി കൂട്ടുപിടിക്കുകയാണ്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മറിയം ഒരു മധ്യസ്ഥയാണ് എന്നാണ്. ഒരു മധ്യസ്ഥയുടെ ജോലി എന്താണ്? അകന്നു നിൽക്കുന്ന രണ്ടുപേരെ ഒന്നിപ്പിക്കുക. യേശുവാണ് മധ്യസ്ഥൻ. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. കത്തോലിക്ക സഭയുടെ വ്യാഖ്യാനമാണ് നാം അതെടുക്കുകയാണെങ്കിൽ മറിയം മധ്യസ്ഥയാണെങ്കിൽ മറിയത്തോട് ഇത്ര തവണ പ്രാർത്ഥിച്ചിട്ടും മറിയത്തിൻ്റെ പാദത്തിൽ അത് എത്തിയിട്ടില്ല. അതെത്തണമെങ്കിൽ വേറെ പലരുടെയും മധ്യസ്ഥം വേണം. അതാരൊക്കെയാണ്? ഈ കൊന്ത എന്ന ജപം മറിയത്തിൻ്റെ പക്കൽ എത്തിക്കുവാൻ ഭക്തന് കഴിയുന്നില്ല. ആരെ കൂട്ടുപിടിക്കണം? മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ഗബ്രിയേൽ, റപ്പായേൽ, സ്ലീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, മാർ യോഹന്നാൻ, ഞങ്ങളുടെ പിതാവായ മാർ തോമാസ്ലീഹായെ, ഞങ്ങൾ ഏറ്റവും പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ 53 മണി ജപത്തെ നിങ്ങളുടെ സ്തുതികളോടു കൂടെ മുഖ്യദൂതനായ മിഖായേലും ഗബ്രിയേലും പത്രോസും പൗലോസും ഒരിക്കലും മറിയത്തെ സ്തുതിച്ചിട്ടില്ല. ഇവിടെ പറയുന്നത് അവരുടെ ജോലി മറിയത്തെ സ്തുതിക്കുകയാണ് എന്നാണ്. നിങ്ങളുടെ സ്തുതികളോടുകൂടെ ഒന്നായിട്ട് ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തെങ്കിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ പ്രാർത്ഥിച്ചു, പാദത്തിലെത്തിയിട്ടില്ല. ഇനി ആരെ കൂട്ടുപിടിക്കണം? മിഖായേൽ കൊന്ത ചൊല്ലിയിട്ടുണ്ടോ? കൊന്ത ചെല്ലാൻ പറയുമോ? ഇനി കൂട്ടുപിടിക്കുന്ന ചില വിശുദ്ധരെ ശ്രദ്ധിക്കുക. ഒന്ന് പത്രോസ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കൽ പോലും കൊന്ത ചൊല്ലിയിട്ടില്ല. കാരണം 1-ാം നൂറ്റാണ്ടിൽ കൊന്ത ഉണ്ടായിരുന്നേയില്ല. ഇനി പൗലോസ് കൊന്ത ചെല്ലുന്ന ഒരു വിശ്വാസിയെ സഹായിക്കുമോ? കൊന്തഭക്തൻ്റെ കൊന്ത ജപം മറിയത്തിൻ്റെ തൃപ്പാദത്തിലേക്ക് പൗലോസ് ഇതാ പിടിച്ചോ എന്ന് പറയുമോ? കാരണം പൗലോസ് എന്താ പറയുക? പൗലോസ് പറഞ്ഞത് തിമോത്തിയോസിനുള്ള ലേഖനത്തിൽ കാണാം. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി നൽകിയ മനുഷ്യപുത്രനാണ് യേശു ക്രിസ്തു. ഏക മധ്യസ്ഥൻ യേശുവാണ് എന്ന് പൗലോസ് പറഞ്ഞിരിക്കെ മറിയത്തെ മധ്യസ്ഥയാക്കിയിട്ടുള്ള കൊന്തജപം മറിയത്തിൻ്റെ തൃപ്പാദത്തിൽ എത്തിക്കുവാൻ ഈ പൗലോസിനെ നിയമിക്കുന്നത് പൗലോസിനോട് ചെയ്യുന്ന വലിയ അപരാധമാണ്. ഇനി മറ്റൊരു വിശുദ്ധൻ യോഹന്നാൻ. ആരാണ് യോഹന്നാൻ? യോഹന്നാൻ എഴുതിയ ലേഖനം നമ്മോട് പറയുന്നത് ആരെങ്കിലും പാപം ചെയ്താൽ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ ഒരു മധ്യസ്ഥനുണ്ട്. അത് മറിയ എന്നല്ല എഴുതിയത്, അത് യേശു ക്രിസ്തുവാണ് എന്നാണ് യോഹന്നാൻ എഴുതിയത്. അതുകൊണ്ട് യോഹന്നാനും പൗലോസും പത്രോസും കൊന്ത ചൊല്ലിയവരോ ഇപ്പോൾ കൊന്ത ചൊല്ലുന്നവരെ സഹായിക്കാനുള്ള സഹായികളോ അല്ല. വചനവിരുദ്ധമായ എല്ലാത്തിനും അവർ എതിരായിരുന്നു. കൊന്തയിൽ 5 രഹസ്യങ്ങളുണ്ട്. ദിവസങ്ങളനുസരിച്ച് രഹസ്യങ്ങൾക്കും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇവയെ രഹസ്യങ്ങൾ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് രഹസ്യങ്ങളെന്ന് വിളിക്കുന്നത്? കൊന്തയിൽ ചില രഹസ്യങ്ങൾ, 1-2 രഹസ്യങ്ങൾ ഒന്ന് ധ്യാനിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കൊന്തയിൽ ധ്യാനിക്കുന്ന ഒരു രഹസ്യം, മഹത്വ രഹസ്യങ്ങൾ
ബുധൻ ഞായർ ചെല്ലാനുള്ളതാണ് മഹത്വ രഹസ്യങ്ങൾ. അതിലൊരു രഹസ്യപ്രകാരമാണ് പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിച്ചപ്പോൾ സ്വർഗാരോപിതയായി എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ബൈബിളിൽ എവിടെയും മറിയം തൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിച്ചപ്പോൾ സ്വർഗാരോപിതയായി എന്ന് പറഞ്ഞിട്ടില്ല. 1950 മറിയ ഉടലോടെ സ്വർഗാരോപിതയായി എന്ന് കത്തോലിക്ക സഭ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിയത്. 1-ാം നൂറ്റാണ്ടിൽ ആരും തന്നെ കൊന്ത ചൊല്ലിയില്ല. മറിയം മരിച്ചപ്പോൾ സ്വർഗത്തിൽ പോയി എന്ന് ബൈബിളിൽ എവിടെ എഴുതിയിട്ടില്ല. ബൈബിളിലില്ലാത്ത കാര്യം, വചനത്തിന് നിരക്കാത്തൊരു കാര്യം ഒരു വ്യക്തി ധ്യാനിച്ചാൽ അതെങ്ങനെ പ്രാർത്ഥനയാകും? മറിയം എപ്പോഴാണ് ഉയർക്കുക? വിശുദ്ധ ബൈബിൾ പറയുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവിലാണ് മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർക്കുന്നത്. അക്കൂട്ടത്തിൽ മറിയവും ഉയർക്കും. എന്നാൽ ഏതെങ്കിലും ഒരു സഭ ഒരു പ്രഖ്യാപനത്തിലൂടെ മറിയം ഉടലോടെ സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അത് ബോഷ്കാണ്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ധ്യാനിക്കാൻ പാടില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം സഭാ നേതാക്കൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളായാൽ നാം കുടുങ്ങിപ്പോകും. അത് ഞാൻ മനസ്സിലായപ്പോൾ ഈ കൊന്തജപവും ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ ധ്യാനിക്കുന്നതും ഒഴിവാക്കി. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇനി കൊന്തയിലെ മറ്റൊരു രഹസ്യം, മഹത്വ രഹസ്യം. അതിൽ പറയുന്നു പരിശുദ്ധ കന്യകാമറിയം സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയായി ഉയർത്തപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ കന്യകാമറിയം സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയായി ഉയർത്തപ്പെട്ടു. ആരുയർത്തി? എന്നുയർത്തി? എന്താണ് തെളിവ്? ഏതെങ്കിലും സഭയിലെ ചില നേതാക്കൾ ഉയർത്തിയാൽ മറിയം സ്വർഗരാജ്ഞിയാകുമോ? അതിൻ്റെ പടവും കൊടുത്തിട്ടുണ്ട്. ഈ പടത്തിൽ കാണിക്കുന്നത് യേശുവും പിതാവായ ദൈവവും മറിയത്തിൻ്റെ തലയിൽ കിരീടം വയ്ക്കുന്നതാണ്. ഇത് വലിയ ദൈവദൂഷണമാണ്. സ്വർഗത്തിൽ ഒരു രാജ്ഞിയില്ല. സ്വർഗത്തിൽ ആൺ പെൺ വ്യത്യാസമില്ല. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്വർഗത്തിൽ ആരെപ്പോലെയാകും? ദൈവദൂതന്മാരെ പോലെയാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറിയമായാലും ഇനി ഒരു പുരുഷനായ വിശുദ്ധനായാലും സ്വർഗത്തിൽ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമില്ല. അപ്പോൾ പിന്നെ മറിയത്തെ സ്വർഗരാജ്ഞിയായി പ്രഖ്യാപിക്കുന്നത് വചനത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. നമുക്ക് വിശുദ്ധ ബൈബിൾ കർത്താവ് എന്തിനാണ് തന്നിരിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം, നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം വിശുദ്ധ വചനമായിരിക്കണം. ഇതിന് പ്രകാരമാണോ എൻ്റെ പ്രാർത്ഥന? ആരോ എഴുതിയുണ്ടാക്കിയ സഭയിലെ നേതാക്കളായിരിക്കാം. അതൊക്കെ ഞാൻ ചൊല്ലിയാൽ എൻ്റെ അവസ്ഥ എന്താകും? എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. അന്ത്യന്യായവിധിയിൽ ദൈവം നമ്മെ ന്യായം വിധിക്കുന്നത് ഏതെങ്കിലും സഭാ നേതാവിൻ്റെ പ്രഖ്യാപനങ്ങൾ നോക്കിയിട്ടല്ല. കത്തോലിക്ക സഭയുടെയോ പെന്തക്കോസ്ത് സഭയുടെയോ മറ്റേതെങ്കിലും സഭയുടെയോ ഉപദേശ സംഹിതകൾ അനുസരിച്ചല്ല ഒരുവനെ ന്യായം വിധിക്കുന്നത്. യേശു വ്യക്തമായി പറഞ്ഞു, അന്ത്യനാളിൽ ഞാൻ സംസാരിച്ച വചനം തന്നെ അവനെ ന്യായം വിധിക്കും. അന്ത്യനാളിൽ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് കൊന്ത ചൊല്ലി? വചനത്തിന് വിരുദ്ധമായ ഇത്തരം ആശയങ്ങൾ കുത്തി നിറച്ചിട്ടുള്ള ഒരു ജപം നീ എന്തുകൊണ്ട് ചൊല്ലി? നാം പറയുകയാണ്, ഞാൻ ജനിച്ചു വളർന്ന സഭ ഇത് ചൊല്ലുവാൻ എന്നെ പഠിപ്പിച്ചു, ഞാനത് ചൊല്ലി. പ്രിയമുള്ളവരെ, കർത്താവ് ചോദിക്കും, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ വചനം കേട്ട് അത് പ്രാവർത്തികമാക്കുന്നവൻ പാറപ്പുറത്ത് വീട് പണിത ബുദ്ധിമാനെന്ന് നീ വായിച്ചിട്ടില്ലേ? പിന്നെ എൻ്റെ വചനത്തിന് വിപരീതമായ കാര്യങ്ങൾ നീ എന്തുകൊണ്ട് ചൊല്ലി? നാം പറയുന്ന ഒരു ന്യായീകരണവും പിന്നെ കർത്താവ് അംഗീകരിക്കുകയില്ല. കാരണം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ വിട്ട് കടന്നു പോകുന്ന ഒരുവനും പിതാവുമില്ല പുത്രനുമില്ല. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടവർ പലതിനോടും പ്രാർത്ഥിക്കും, പലരോടും പ്രാർത്ഥിക്കും. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി വചനപ്രകാരമുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുക. സാധാരണയായി കൊന്ത ചെല്ലുന്ന അവസരത്തിൽ ഈ എളിയവനായി ഞാനും ഒരു പാട്ട് പാടിയിരുന്നു.
നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ എന്നുള്ള പാട്ട് പ്രാർത്ഥന ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. കൊന്ത ചൊല്ലിയിരുന്ന കാലത്ത് ഞാനും പാടിയിരുന്നു. ആ പാട്ടിൽ ഇപ്രകാരം കാണാം: അന്തിക്കിടയനെ കാണാതലയുന്ന ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. അന്തിക്കിടയനെ കാണാതലയുന്ന ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. അമ്മയുടെ ഭക്തന്മാർ, മറിയത്തോട് പ്രാർത്ഥിക്കുന്നവർ, അവരുടെ അവസ്ഥ ഈ മറിയത്തോടുള്ള പ്രാർത്ഥനാ പാട്ടിൽ പറയുകയാണ്. അന്തിക്കിടയനെ കാണാതലയുന്ന ആട്ടിൻ പറ്റങ്ങളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആരാണ് ഇടയൻ? യേശു ക്രിസ്തു. നല്ല ഇടയൻ ആരാണ്? യേശു ക്രിസ്തു. ആ നല്ല ഇടയനായ യേശു ക്രിസ്തുവിനോട് ഒരു ബന്ധവുമില്ലാതെ അന്തിക്കിടയനെ കാണാതലയുന്ന ആട്ടിൻ പറ്റങ്ങൾ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ആരെങ്കിലും മറിയത്തോട് പ്രാർത്ഥിച്ച് ഇടയനെ കാണാതെ അലയുന്നുവെങ്കിൽ, വചനവിരുദ്ധമായ പലതും ചൊല്ലി കർത്താവിൽ നിന്ന് വളരെ അകലെ പോയിട്ടുണ്ട് എങ്കിൽ, ഇന്ന് സ്നേഹത്തോടെ പറയട്ടെ, യേശു ക്രിസ്തുവിലേക്ക് വരിക. യേശു ക്രിസ്തുവിലേക്ക് വന്നാൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ, കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ പാപങ്ങൾക്ക് മോചനം കിട്ടിയാൽ, പിന്നെ ഒരിക്കലും ആരൊക്കെ നിർബന്ധിച്ചാലും, നിങ്ങളെ വധിക്കുമെന്ന് പറഞ്ഞാലും, വചനവിരുദ്ധമായ മാലകളോ ജപങ്ങളോ ഒന്നും ചൊല്ലുകയില്ല. മറിയത്തെ ദൈവമാക്കുന്നില്ല എന്നാണ് കത്തോലിക്ക സഭ പറയുന്നത്. പക്ഷേ ഈ കൊന്തയിലെ ലുത്തിനിയ ശ്രദ്ധിച്ചാൽ ദൈവത്തിന് മാത്രം അർഹതപ്പെട്ട ചില വിളികളും വിശേഷണങ്ങളുമാണ് മറിയത്തിന് നൽകിയിരിക്കുന്നത്. അല്ലാതെ മറിയം കേവലം ഒരു മധ്യസ്ഥയല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവത്തോട് ഒപ്പം നിൽക്കുന്ന ഒന്നായി. ഇനി അതല്ല, ദൈവത്തിൻ്റെ അമ്മയാകുമ്പോൾ പിന്നെ എന്താ സ്ഥിതി? ലുത്തനിയിൽ ചൊല്ലുന്ന ചില കാര്യങ്ങൾ: സ്നേഹത്തിന് ഏറ്റവും യോഗിയായ മാതാവേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, സൃഷ്ടാവിൻ്റെ മാതാവേ, വിവേകമതിയായ കന്യകേ, സ്തുതിക്ക് യോഗിയായ കന്യകേ, വിശ്വസ്തയായ കന്യകേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ കാരണമേ. ദൈവത്തിന് മാത്രം അർഹതപ്പെട്ട ചില വിളികൾ. ഒന്ന്, സ്നേഹത്തിന് ഏറ്റവും യോഗ്യ. സ്നേഹത്തിന് യോഗ്യൻ ആരാണ്? മത്തായിയുടെ സുവിശേഷം 22:37 പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇവിടെ പറയുന്നത് സ്നേഹത്തിന് ഏറ്റവും യോഗ്യ മാതാവാണ്. സൽബുദ്ധിയുടെ ഉറവിടം മാതാവിന് കൊടുക്കുന്നൊരു വിശേഷണം. എന്നാൽ റോമാലേഖനം 11:33 ദൈവമാണ് സൽബുദ്ധിയുടെ ഉറവിടം. സ്തുതിക്ക് യോഗ്യ, അതാണ് മാതാവിനോട് കൊടുക്കുന്നൊരു വിശേഷണം. വെളിപ്പാട് 5:12 സ്തുതിക്ക് യോഗ്യൻ കർത്താവാണ്. മറിയത്തെ വല്ലഭ എന്ന് വിളിച്ചിട്ടുണ്ട് ലുത്തിനിയായിൽ. ദിനവൃത്താന്തം 29:11 ദൈവമാണ് വല്ലഭനായി ബൈബിൾ ചിത്രീകരിക്കുന്നത്. നീതിയുടെ ദർപ്പണം, അത് ദൈവമാണ്, മറിയമല്ല. 119 സങ്കീർത്തനം 137 ദൈവമാണ് നീതിയുടെ ദർപ്പണം. ഇനി മറിയത്തെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവമാണ് ബോധജ്ഞാനത്തിൻ്റെ കേന്ദ്രം. 1 കൊരിന്ത്യർ 1:19-25 വരെയുള്ള വാക്യങ്ങൾ അക്കാര്യം വ്യക്തമാക്കുന്നു. മറിയത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പദവി ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ കാരണം. ഒരു ക്രിസ്ത്യാനിയുടെ ആനന്ദത്തിൻ്റെ കാരണം മറിയമാണോ? ഒരു സൃഷ്ടിയാണോ? 37 സങ്കീർത്തനം 4 വാക്യത്തിൽ എന്താണ് പറയുന്നത്? കർത്താവിൽ തന്നെ രസിച്ചു കൊള്ളുക. ഫിലിപ്പേ ലേഖനം 4:4 എന്താണ് പറയുന്നത്? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. ഇവിടെ കൊന്തഭക്തരോട് പറയുന്നു, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം മറിയമാണ്. രക്ഷയിലേക്ക് വന്നപ്പോൾ എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം മറിയമല്ല, വിശുദ്ധരല്ല, കർത്താവായ യേശുവാണ്. നിരക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ദൈവമക്കളോട് ചോദിക്കൂ, നിങ്ങളുടെ ആനന്ദത്തിൻ്റെ കാരണം ആരാണ്? മറിയമാണോ? വിശുദ്ധരാണോ? അവർ പറയും, അല്ലേ അല്ല, അവർക്കൊന്നും ഞങ്ങളെ ആനന്ദിപ്പിക്കാനുള്ള ശേഷിയില്ല, അവർ മരിച്ചുപോയി. അപ്പോസ്തലനായ പൗലോസ് എന്താണ് നമ്മോട് പ്രബോധിപ്പിക്കുന്നത്? ഫിലിപ്പേ ലേഖനത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാ മറിയത്തിൽ വല്ലപ്പോഴും സന്തോഷിക്കാൻ പറ്റുക? സാധ്യമല്ല. ഇനി മറിയത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പദവി രോഗികളുടെ ആരോഗ്യം. മറിയമാണോ നല്ല വൈദ്യൻ? 103 സങ്കീർത്തനത്തിൽ പറയുന്നത് കർത്താവാണ് രോഗസൗഖ്യം നൽകുന്നവൻ. ഒത്തിരി വാക്യങ്ങളുണ്ട്. മറിയത്തെ ഒരിക്കലും ബൈബിൾ രോഗികളുടെ ആരോഗ്യമായി ചിത്രീകരിച്ചിട്ടില്ല.
യേശുക്രിസ്തുവിന് നൽകേണ്ട പദവികൾ മറിയത്തിന് നൽകിയിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ആരാ ചിന്തിക്കുന്നത്? ഇനി മറിയത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പദവി പീഡിതരുടെ ആശ്വാസം. കർത്താവായ യേശു എന്താ പറഞ്ഞത്? അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും മറിയത്തിൻ്റെ അടുക്കിലേക്ക് പോകൂ. അതല്ല പറഞ്ഞത്, എൻ്റെ അരികിലേക്ക് വരുവിൻ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറിയമാണ് പീഡിതരുടെ ആശ്വാസം. ഇനി ലുത്തനിയയിൽ പറയുന്ന മറ്റൊരു വിശേഷണം സമാധാനത്തിൻ്റെ രാജ്ഞി. ആരാണ് സമാധാനത്തിൻ്റെ രാജാവ്? യേശുവാണ്. യേശു എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. യെശയ്യാ 9:6 എന്താ പറയുന്നത്? സമാധാന പ്രഭു. ഇനി പ്രസാദപരത്തിൻ്റെ ഉറവിടം ആരാ? പ്രസാദപരത്തിൻ്റെ ഉറവിടം മറിയമല്ല, അത് കർത്താവാണ് എന്ന് 1 കൊരിന്ത്യർ 12:3-11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇനി മറിയത്തെ വിളിക്കുന്ന മറ്റൊരു പേര് പ്രഭാത നക്ഷത്രം. എന്നാൽ വെളിപ്പാട് 22:16 യേശു ക്രിസ്തുവിനെ പ്രഭാത നക്ഷത്രം എന്ന് വിളിച്ചിരിക്കുന്നു. ഇങ്ങനെ ദൈവത്തെ അഭിസംബോധന ചെയ്യേണ്ട ഈ വിശേഷ പദങ്ങളൊക്കെ മറിയത്തിൻ്റെ മേൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇത് മറിയാരാധനയാണ്, കേവലം ഒരു വണക്കമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പരിശ്രമിക്കുന്നവരുണ്ട്. ദൈവത്തെ വിളിക്കേണ്ട വിളികൾ എന്തിന്? മറിയത്തെ ദൈവത്തിൻ്റെ അമ്മയാക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കൊന്ത ഇത് മനുഷ്യരെഴുതി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ധാരാളം ന്യൂനതകളുണ്ട്. ഇനി നിങ്ങൾക്ക് തന്നെ ഈ കൊന്തജപം വായിച്ച് പരിശോധിച്ചാൽ എത്രയോ വചനവിരുദ്ധങ്ങളായ കാര്യങ്ങൾ ഇതിൽ കണ്ടെത്താൻ കഴിയും. ആരോ എഴുതി വെച്ച പ്രാർത്ഥനയുടെ അടിമകളായി നാം മാറരുത്. 1 തെസ്സലോനി 5:21 പറയുന്നത് എല്ലാം പരിശോധിച്ചു നോക്കുവിൻ. കൊന്തയുടെ അവസാനം പറയുന്നത് മാതാവേ ഇതാ ഞങ്ങൾ അങ്ങിൽ അഭയം തേടുന്നു. അതിൻ്റെ അർത്ഥം ഇനി ദൈവത്തിൽ അഭയം തേടേണ്ട കാര്യമില്ല. എല്ലാ പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാൻ മറിയത്തെ ആ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ ദൈവത്തോടുള്ള ഭക്തി, കർത്താവിനോടുള്ള ആശ്രയം കുറയുകയാണ്. പൗലോസിനൊരു ഭയമുണ്ടായിരുന്നു. 2 കൊരിന്ത്യർ 11 അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പഹവയെ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം കർത്താവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ? ഒരു വ്യക്തി കൊന്ത ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ദൈവമല്ല, മാതാവാണ്, മറിയമാണ്. എൻ്റെ പ്രാർത്ഥന കേട്ട് എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് മാതാവേ എനിക്ക് അനുഗ്രഹം വാങ്ങിത്തരണം. ദൈവമല്ല അവൻ്റെ വിഷയം. ദൈവമാണ് അവന് മുഖ്യ വിഷയമെങ്കിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. കൊന്ത ചെല്ലുമ്പോൾ അതുപോലെ തന്നെ മറ്റ് വിശുദ്ധരോടൊക്കെയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഭക്തൻ അകലുകയാണ്. ഇനി മറിയത്തോട് നടത്തുന്ന മറ്റൊരു പ്രസിദ്ധമായ പ്രാർത്ഥന, അതിൻ്റെ പേര് പരിശുദ്ധരാജ്ഞി ജപം. അതിലിങ്ങനെയാണ്: പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്നും വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു. ഇവിടെ പറയുകയാണ്, ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ, അതായത് മറിയത്തിൻ്റെ പക്കൽ നിലവിളിക്കുന്നു. ഞങ്ങൾ ദൈവമക്കളായിട്ടില്ല. ഞങ്ങൾ ആരാണ്? ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കൾ. അതുകൊണ്ട് കൊന്ത ചെല്ലുന്നവർ, മാതാവിൽ ശരണം കണ്ടെത്തുന്നവർ, മാതാവിനോട് പ്രാർത്ഥിക്കുന്നവർ വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങൾ ദൈവമക്കളല്ല, ഞങ്ങൾ പുറന്തള്ളപ്പെട്ട മക്കളാണ്. അത് വാസ്തവമല്ലേ? യോഹന്നാന്റെ സുവിശേഷം 1:12 എന്താണ് പറയുന്നത്? അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. ഇന്ന് തിരുവചനം കേൾക്കുന്ന ആരെങ്കിലും മറിയത്തെ മധ്യസ്ഥയാക്കി പരിശുദ്ധരാജ്ഞി എന്നുള്ള ജപത്തിൻ്റെ അടിമയായി പുറന്തള്ളപ്പെട്ട ഹവ്വായുടെ മക്കളാണ് എന്ന് നിലവിളിക്കുന്നുവെങ്കിൽ ഈ നിമിഷമെങ്കിലും യേശുവിലേക്ക് വരൂ. യേശുവിലേക്ക് വന്ന് വീണ്ടും മറിയത്തെ കൂട്ടുപിടിക്കാമെന്ന് വിചാരിക്കരുത്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഞങ്ങൾക്ക് യേശുവും വേണം, മറിയവും വേണം. അത് നടക്കുകയില്ല.
ഈ ജപം വീണ്ടും നമ്മോട് പറയുന്നു, ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവീർപ്പിടുന്നു. ഒരു സ്വസ്ഥതയില്ല, ഒരാശ്വാസമില്ല, ഒരു സന്തോഷമില്ല, സമാധാനമില്ല. എന്നിട്ടും ദൈവത്തോടല്ല നിലവിളിക്കുന്നത്. ആരോടാ നിലവിളിക്കുന്നത്? മറിയത്തോട്. പഴയ നിയമത്തിലും കാണാം, വിഗ്രഹങ്ങളുടെ മുന്നിൽ നിലവിളിക്കുന്ന ജനം, ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച ജനം. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു, ഈ ജനം 2 പാപങ്ങൾ ചെയ്തു, ദോഷങ്ങൾ. ജീവൻ്റെ ജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. എന്നിട്ട് വെള്ളമില്ലാത്ത പൊട്ടക്കിണറിനെ അവർ അന്വേഷിക്കുകയാണ്. കണ്ണീര് പോകില്ല, വിലാപം പോകില്ല. ദൈവത്തിന് പ്രകോപനം വരുത്തുന്ന വചനവിരുദ്ധമായ ജപങ്ങളിൽ ശരണം കണ്ടെത്തുന്ന ഏവരും അസ്വസ്ഥരായിരിക്കും. റോമാലേഖനം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല. മറ്റൊരു പ്രാർത്ഥനയാണ്, മറിയത്തോട് നടത്തുന്ന മറ്റൊരു പ്രാർത്ഥനയാണ്, എത്രയും ദയയുള്ള മാതാവേ. എത്രയും ദയയുള്ള മാതാവേ എന്നുള്ള ജപത്തിൽ ഇപ്രകാരമാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. എത്രയും ദയയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെപ്പോലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ. ചിന്തിച്ചോ ആ പ്രസ്താവന? അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെപ്പോലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. മറിയത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് യാത്ര പോയ എത്രയോ പേരാണ് വണ്ടി അപകടങ്ങളിൽ മരിച്ചിട്ടുള്ളത്. ഇന്നും കൊന്ത ചെല്ലുന്ന പലരോടും ചോദിക്കൂ, നിൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായോ? ഒത്തിരി ദുരിതം, ശാപം നിറഞ്ഞ അനേകർ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെപ്പോലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. യേശു എന്താ പറഞ്ഞത്? എൻ്റെ അരികിലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. എന്നാൽ ഇവിടെ ഈ പ്രാർത്ഥനയിൽ എന്താണ് പറയുന്നത്? മറിയത്തിൻ്റെ അരികിലേക്ക് ചെന്നാൽ മറിയം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഇതിലേത് തിരഞ്ഞെടുക്കും? യേശു പറയുന്നു, എൻ്റെ അടുക്കിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ഇവിടെ ഇതാ ദയയുള്ള മാതാവ് പറയുന്നു, എൻ്റെ അടുക്കിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല. പണ്ട് ഏലിയാ പ്രവാചകൻ ബാലിനെ, പിശാചിനെ സേവിച്ച ഇസ്രായേൽ മക്കളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. നിങ്ങൾ യഹോവയാണ്, കർത്താവാണ് ദൈവമെങ്കിൽ കർത്താവിനെ സേവിക്കൂ, ബാലാണ് ദൈവമെങ്കിൽ ബാലിനെ സേവിക്കൂ. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? ഇന്ന് കൊന്ത ചെല്ലുന്ന പലരും പറയും, ഞങ്ങൾക്ക് യേശുവിൽ ഭയങ്കര വിശ്വാസമാണ്, ഞങ്ങൾക്ക് മറിയത്തിൽ വിശ്വാസമാണ്. മറിയത്തിൽ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് അവർ ചൊല്ലിക്കൂട്ടുന്ന കാര്യങ്ങളാണ് നാം പരിശോധിക്കുന്നത്. ഒന്നുകിൽ യേശു അല്ലെങ്കിൽ മറിയം, രണ്ടും ഒരുമിച്ച് പറ്റുകയില്ല. ഇനി മറ്റൊരു ജപമുണ്ട്. ഈശോ മിശിഹായുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ചെറിയ ജപമാല എന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിൽ ചൊല്ലുന്നത്, മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ. മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ. ഇതിനപ്പുറം എന്തു വേണം? യേശുവാണൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ രക്ഷകൻ, മറ്റൊരു രക്ഷകനില്ല. എന്നാൽ മറിയത്തോട് പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടവർ, അവരുടെ നേതാക്കൾ എഴുതി വെച്ച പ്രാർത്ഥന ചൊല്ലുന്നവർ പറയുകയാണ്, മറിയമേ ഞങ്ങളുടെ രക്ഷ നീയാണ്. മറിയാരാധന, കൊന്ത, മറിയഭക്തി, മറിയത്തോടുള്ള പ്രാർത്ഥനകൾ അന്യദൈവങ്ങളെ സേവിക്കുന്നതിന് തുല്യമാണ് എന്ന് ഈ എളിയവന് വചനത്തിലൂടെ ബോധ്യമായതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കാനിടയായത്. ആരെയും എൻ്റെ ആത്മരക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ജപങ്ങൾ ഒഴിവാക്കേണ്ടത് ആവശ്യമാണെന്ന് വചനത്തിലൂടെ ബോധ്യമായതുകൊണ്ടാണ് ഇത്തരം ജപങ്ങളോട് ഗുഡ് ബൈ പറയുവാൻ എനിക്കിടയായത്. ഇത്തരം ജപങ്ങളുടെ പിടിയിൽ ബന്ധനത്തിൽ കിടന്നിരുന്ന എന്നെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സത്യവചനത്താൽ സ്വതന്ത്രനാക്കിയതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, വലിയ രോഗസൗഖ്യത്തെക്കാളും ജോലി ലഭിക്കുന്നതിനേക്കാളും മറ്റ് ഭൗതിക നേട്ടങ്ങളെക്കാളും
ഒക്കെ വലിയൊരു വിടുതലാണ്. ഇത്തരത്തിലുള്ള ജപങ്ങളുടെ അടിമകളായി കഴിയുന്നവർ അവ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുക എന്നുള്ള കാര്യം. കുറേ വിടുതൽ അനുഗ്രഹം കിട്ടി ആത്മാവ് നശിച്ച് നരകത്തിൽ പോയിട്ട് എന്താ കാര്യം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അനേകർ ചെല്ലുന്നുണ്ടാകാം, കോടിക്കണക്കിന് പേർ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഞങ്ങളുടെ കാര്യവും നടന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടായിരിക്കാം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ലോകം മുഴുവൻ തലകുത്തി മറിഞ്ഞാലും അവൻ ക്രിസ്തുവിൻ്റെ വചനത്തിന് വിപരീതമായി ഒന്നും ചെയ്യുകയില്ല. വചന വിപരീതങ്ങളായ ജപങ്ങൾ, പ്രാർത്ഥനകൾ ഓഫർ ചെയ്യുന്ന ഒരു അനുഗ്രഹവും എനിക്ക് വേണ്ട എന്ന് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി പറയും. അവൻ വീണ്ടും അടിമനുഖത്തിലേക്ക് തിരിയുകയില്ല. ഇനി മറ്റൊരു കാര്യം, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? കത്തോലിക്ക സഭ എന്നെ പഠിപ്പിച്ചിരുന്നത് മരിച്ചുപോയ വിശുദ്ധന്മാർ നാം അവരോട് പ്രാർത്ഥിക്കണം, അവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കണം. അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ്. ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് സഹായം ആരായണം എന്ന ദുരുപദേശം പണ്ടേയുള്ളതാണ്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയ മാതാവിനോടും പുണ്യാളരോടും സഹായം ആരായണം എന്ന ഉപദേശം പ്രചരിപ്പിക്കുന്നവരെ സൂക്ഷിക്കണം. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ കാലത്ത് ജനത്തെ മന്ത്രവാദികളിലേക്കും അന്യദേവന്മാരിലേക്കും തള്ളിയിട്ട ചിലരാണ് ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായണം എന്നുപദേശിച്ചത്. യെശയ്യാ 8:19 അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിൻ എന്ന് പറയും. ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ? ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ. ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ. യെശയ്യാ പ്രവാചകന്റെ കാലത്തും ചില മന്ത്രവാദികൾ ദൈവത്തിൽ നിന്ന് ജനത്തെ അകറ്റുവാൻ പരിശ്രമിച്ചവർ ജനത്തോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന നിങ്ങൾ മരിച്ചവരോട് സഹായം തേടണം. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, ആരെങ്കിലും ജീവിച്ചിരിക്കുന്ന നിങ്ങൾ മരിച്ചവരോട് സഹായം തേടണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രബോധനം സ്വീകരിക്കണം. ഏത് പ്രബോധനം? വചനപ്രബോധനം. ഒരു മെത്രാനോ ഒരു കന്യാസ്ത്രീയോ പാപ്പയോ ആര് തന്നെയാകട്ടെ, ജീവിച്ചിരിക്കുന്ന നിങ്ങൾ മരിച്ചു പോയവരുടെ സഹായം തേടണം, മധ്യസ്ഥം തേടണം, നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വചനത്തിൽ എന്ത് പ്രബോധനമാണ് നൽകിയിരിക്കുന്നത് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. പലരും പറയും കാനായിലെ കല്യാണം. അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയത് വായിക്കുകയാണ്. കാനായിൽ സംഭവിച്ചത് എന്താണ്? മറിയെ, വീഞ്ഞു തീർന്നുപോയി, വെള്ളം വീഞ്ഞാക്കാൻ ഞങ്ങൾക്ക് വേണ്ടി നീ നിൻ്റെ പുത്രനോട് മധ്യസ്ഥം നടത്തണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് കാനായിലെ കല്യാണ വീട്ടിലുള്ള ജനങ്ങളിൽ ഒരാളും മറിയത്തോട് പറഞ്ഞില്ല. കാരണം അതുവരെ യേശു ഒരത്ഭുതവും ചെയ്തിട്ടില്ലായിരുന്നു. അത് യോഹന്നാൻ 2:11 കാണാം. യേശുവിന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ടെന്ന് ജനങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു. എന്നാൽ യേശു വെള്ളം വീഞ്ഞാക്കിയപ്പോൾ ജനം പിന്നീട് നേരിട്ട് യേശുവിനോട് ചെന്ന് അവരുടെ ആവശ്യങ്ങൾ പറയുകയായിരുന്നു. രക്തസ്രാവക്കാരി സ്ത്രീ തൻ്റെ രോഗം മാറ്റാൻ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിനായി മറിയത്തിൻ്റെ അടുത്തേക്കല്ല പോയത്, മറിച്ച് നേരിട്ട് യേശുവിൻ്റെ അടുത്തേക്കാണ്. ബൈബിളിൽ ഒരിടത്ത് പോലും ആരെങ്കിലും മറിയത്തിൻ്റെ അടുത്ത് ചെന്ന്, മറിയെ, എനിക്കൊരു രോഗമുണ്ട്, ഇത് സുഖപ്പെടുത്തുവാൻ നീ നിൻ്റെ പുത്രനോട് മാധ്യസ്ഥം നടത്തണേ എന്ന് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മറിയത്തിൻ്റെ മാധ്യസ്ഥം നേടിയാൽ യേശുവിൽ നിന്ന് കാര്യം സാധിപ്പിച്ചെടുക്കുവാൻ കഴിയുമെന്ന് ദുരുപദേശകർക്ക് പറയാൻ കഴിയുന്നത്? ബൈബിളിലെ യഥാർത്ഥ മാതാവ് എൻ്റെ മാധ്യസ്ഥം നേടിയാൽ പുത്രനിൽ നിന്ന് കാര്യം ഞാൻ എളുപ്പത്തിൽ സാധിപ്പിച്ചു തരും എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിനാൽ ദുരുപദേശം പറഞ്ഞു നടക്കുന്നവരെ സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുക. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്താനാണ് കാനായിൽ വെള്ളം വീഞ്ഞാക്കിയത്, അല്ലാതെ മറിയത്തെ മധ്യസ്ഥയാക്കി ജനത്തിന് വാഴിച്ചു കൊടുക്കുവാനല്ലായിരുന്നു. യേശു ഈ അത്ഭുതം ചെയ്തപ്പോൾ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലാതെ അവർ മാതാവിനെ മധ്യസ്ഥയാക്കി കൊന്ത ചെല്ലാൻ തുടങ്ങി എന്നല്ല. യോഹന്നാൻ 2:11 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്:
യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മറിയം യേശുവിനോട് നേരിട്ട് കാര്യം പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഇതുപോലെ നമുക്കും നേരിട്ട് കാര്യം കർത്താവിനോട് പറയാം. അത് കർത്താവ് തന്നെ പറഞ്ഞു. യോഹന്നാൻ 14:14 എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്ന് കർത്താവ് പറഞ്ഞു. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ, അതുകൊണ്ട് എന്തും നമുക്ക് കർത്താവിനോട് ചോദിക്കാം. എന്നോട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുവിൻ, ആവശ്യപ്പെടുവിൻ എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കെ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവമല്ലാത്ത മറിയത്തോട്, മരിച്ചുപോയൊരു സ്ത്രീയോട് പറയുന്നത് പാപമാണ്. യേശു പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, നിങ്ങൾ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ എൻ്റെ അമ്മയെ മധ്യസ്ഥയാക്കണമെന്ന് ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതാരാ പറയുന്നത്? ഇന്നത്തെ മനുഷ്യരല്ലേ. റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നു എന്നേ വരൂ, ദൈവം സത്യവാൻ. അതുകൊണ്ട് ഇന്നത്തെ തലമുറയിലെ ജനങ്ങൾ, പാപം നിറഞ്ഞ ലോകമാണ്, സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ്. ആ ലോകത്തിൽ കഴിയുന്ന വീണ്ടും ജനനമെന്നറിയാത്ത പാരമ്പര്യങ്ങളുടെ അടിമകളായ പലരും പലതും ചൊല്ലുന്നുണ്ടാകും. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ദൈവവചനത്തിൽ അനുവദിക്കുന്ന പ്രാർത്ഥനകൾ മാത്രം പ്രാർത്ഥിക്കണം. വചനവിരുദ്ധമായത് ചൊല്ലാൻ അവന് അനുവാദമില്ല. ദൈവവചനം പാലിക്കുന്നവർ ആരാണോ അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി യേശു തൻ്റെ അമ്മയായ മറിയയ്ക്ക് മുൻഗണന കൊടുത്തില്ല. മാത്രമോ മറിയം എന്നേ മരിച്ചുപോയി. നിദ്ര പ്രാപിച്ച മറിയത്തിന് ഒരു കാരണവശാലും ഇന്ന് ജീവനോടിരിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം നടത്താൻ സാധ്യമല്ല. ഒരിക്കൽ ഒരു സ്ത്രീ യേശുവിൻ്റെ അമ്മയുടെ ചില ശരീരഭാഗങ്ങൾ ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ആ സ്ത്രീയെ തിരുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവവചനം കേട്ട് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. യേശുവിന് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു. യേശുവിലേക്ക് ജനം വരുന്നതിനെ തടുക്കുവാൻ പിശാച് മറിയത്തെ മഹത്വപ്പെടുത്തി, മറിയത്തെ ഉപയോഗിച്ച് യേശുവിൽ നിന്ന് ജനത്തെ അകറ്റുവാൻ പരിശ്രമിക്കുകയാണ്. ലൂക്കോസ് 11:27-28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, അതായത് യേശുവിനോട് ഒരു സ്ത്രീ പറയുകയാണ്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. സത്യവേദ പുസ്തകത്തിലെ പരിഭാഷയാണ് വായിച്ചത്. വചനം പ്രമാണിക്കേണ്ട മറിയത്തെ മധ്യസ്ഥയാക്കിയാൽ മതി, കൊന്ത ചൊല്ലിയാൽ മതി. ഇങ്ങനെ പറയുന്നവരുടെ പിന്നിൽ അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ശക്തി ഏതാണെന്ന് വീണ്ടും ജനനം പ്രാപിച്ച ഒരു സത്യക്രിസ്ത്യാനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. യേശു ചെയ്ത ധാരാളം അത്ഭുതങ്ങൾ ബൈബിളിലുണ്ട്. എന്നാൽ അവയിൽ 34 അത്ഭുതങ്ങളെക്കുറിച്ച് പ്രത്യേകം വിവരിക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ മാത്രമേ മറിയം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. മറ്റ് 33 അത്ഭുതങ്ങൾ അവഗണിച്ച് കാനായിലെ കല്യാണത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് കൊന്ത പ്രചരിപ്പിക്കുന്നത് ന്യായമാണോ? യേശു ചെയ്ത അത്ഭുതങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യർ യേശുവിൽ വിശ്വസിച്ച് നിത്യം ജീവിക്കാനാണ് എന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ 20:31. അല്ലാതെ ഇന്ന് കാണുന്ന കൊന്തയും നൊവേനയും പ്രചരിപ്പിക്കാനുള്ള സഹായി എന്ന നിലയിലല്ല യേശു ചെയ്ത അത്ഭുതങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ മറിയത്തിൻ്റെ മഹാമാധ്യസ്ഥ ശക്തി എന്ന ദുരുപദേശത്തിൻ്റെ അടിമകളാക്കി ജനത്തെ മാറ്റുവാൻ യേശു ചെയ്ത ഏതെങ്കിലും അത്ഭുതത്തെ ദുർവ്യാഖ്യാനം ചെയ്താൽ ഒരു നാൾ അങ്ങനെയുള്ളവർ ദൈവം മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന കാര്യം ആരും മറക്കരുത്. വചനം അറിയാത്തവരും വീണ്ടും ജനിക്കാത്തവരുമായ ജനത്തെ എളുപ്പം കബളിപ്പിക്കാൻ കഴിയും, പക്ഷേ ദൈവത്തെ കബളിപ്പിക്കാനാവില്ല എന്നാണ് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവവചനത്തിൽ ഇല്ലാത്തൊരു കാര്യം മനുഷ്യൻ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവൻ കൂടുതൽ പാപങ്ങൾ ചെയ്യും. പണ്ട് ഞാൻ മറിയത്തോട് പ്രാർത്ഥിച്ചു. വചനം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞാൻ അന്ന് പ്രാർത്ഥിച്ചിരുന്ന മറിയം യേശുവിൻ്റെ അമ്മ മറിയമല്ല, യഥാർത്ഥ മറിയമല്ല. 2 മറിയങ്ങളുണ്ട്. ഇന്ന് അത്ഭുതങ്ങൾ കൊടുക്കുന്ന, പ്രത്യക്ഷങ്ങൾ കൊടുക്കുന്ന ഒരു മറിയവും
ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ യഥാർത്ഥ അമ്മയായി മറിയവും അനേകരും ധരിച്ചിരിക്കുന്നത് ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന മറിയം യേശുവിൻ്റെ അമ്മ മറിയമാണെന്നാണ്. അല്ല, അതിൻ്റെ തെളിവെന്താണ്? ഒന്ന്, ബൈബിളിലെ മാതാവ് നിത്യ കന്യകയല്ല. യേശുവിനെ പ്രസവിക്കുന്നത് വരെ മാത്രമേ മറിയം കന്യകയായിരുന്നുള്ളൂ. മത്തായി 1:25 പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ, അതായത് ജോസഫ്, അവളെ അറിഞ്ഞില്ല. എന്നാൽ യേശുവിനെ പ്രസവിച്ചതിന് ശേഷം ജോസഫ് മറിയത്തോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റി. 1 കൊരിന്ത്യർ 7:3 പറയുന്നത് ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം. അതാണ് വചനം കൽപ്പിക്കുന്നത്. അതിനാൽ മറിയം യേശുവിനെ പ്രസവിച്ചതിന് ശേഷം യാക്കോബ്, യോസഫ്, ശിമയോൻ, യൂദ എന്നീ ഇളയ ആൺമക്കളെയും മറ്റു പെൺമക്കളെയും പ്രസവിച്ചു. അക്കാര്യം മത്തായി 13:53-56 വരെ, മർക്കോസ് 6:1-6 വരെ എഴുതിയിട്ടുണ്ട്. ജോസഫ് മറിയത്തെ തൻ്റെ ഭാര്യയായാണ് സ്വീകരിച്ചത്. മത്തായി 1:24. ജോസഫിന് ഒരു ബ്രഹ്മചാരിയായി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുമായിരുന്നില്ല. മറിയത്തിന് എനിക്ക് ആജീവനാന്ത കടും കന്യകയായി ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നുവെങ്കിൽ, ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവൾ ഒരിക്കലും ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്യുമായിരുന്നില്ല. എന്നാൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവർ പരസ്പരം അറിഞ്ഞില്ല. അതിനുശേഷം അവർ സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു. അത് പാപമല്ല. അങ്ങനെ ദൈവം അവർക്ക് അനുഗ്രഹിച്ചപ്പോൾ അവർക്ക് യേശുവിന് ശേഷം ഉണ്ടായ മക്കളാണ് യാക്കോബ്, യോസഫ്, ശിമയോൻ, യൂദ. യേശുവിനെ മറിയത്തിൻ്റെ കടിഞ്ഞൂൽ പുത്രൻ എന്നാണ് ബൈബിൾ വിളിച്ചിട്ടുള്ളത്. ലൂക്കോസ് 2:6. ഇളയ മക്കളുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. തുടക്കത്തിൽ യേശുവിൻ്റെ സ്വന്തം സഹോദരന്മാർ പോലും യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. യോഹന്നാൻ 7:5 NIV ഇപ്രകാരമാണ്, ഫോർ ഈവൻ ഹിസ് ഓൺ ബ്രദേഴ്സ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഹിം. എന്നാൽ ഇന്ന് കാത്തലിക് ചർച്ചിൽ പ്രചാരത്തിലിരിക്കുന്ന മറിയ ആജീവനാന്തം കടും കന്യകയായി ജീവിച്ചവളാണ്. ആകയാൽ ഈ മാതാവ് ബൈബിളിലെ മാതാവല്ല. രണ്ടാമതായി, ഇന്നത്തെ മറിയം യഥാർത്ഥ മറിയമല്ല. അതിൻ്റെ തെളിവ് യേശുവിൻ്റെ യഥാർത്ഥ അമ്മ അമലോത്ഭവയോ പാപം ചെയ്യാത്തവളോ അല്ല. 1 യോഹന്നാൻ 1:10 നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ, അതായത് യേശുവിനെ, വ്യാജം പറയുന്നവനാക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മറിയം പാപം ചെയ്തിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. ഗലാത്യ 3:22 എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. മറിയവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. റോമ 3:12 നീതിമാനായി ആരുമില്ല, എല്ലാവർക്കും തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മോശയുടെ നിയമം അനുസരിച്ച് ഒരു യഹൂദ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അശുദ്ധയാണ്. അതിനാൽ മറിയം യേശുവിനെ പ്രസവിച്ചതിന് ശേഷം തൻ്റെ അശുദ്ധി മാറ്റുവാൻ ശുദ്ധീകരണത്തിനുള്ള ബലിയർപ്പിച്ചു. ലേവ്യ 12:1-8 വരെയും ലൂക്കോസ് 2:22-24 വരെ വായിച്ചാൽ ഈ കാര്യങ്ങൾ വ്യക്തമാണ്. എന്തിനാണ് മറിയം ഒരു പാപപരിഹാര ബലി അർപ്പിക്കുന്നത്? തനിക്കും പാപമുണ്ടായിരുന്നു. അതിൻ്റെ തെളിവാണ്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി മറിയം പരിശുദ്ധയായിരുന്നില്ല. മറ്റുള്ളവരെ പോലെ ബലഹീനത മറിയത്തിനും ഉണ്ടായിരുന്നു. പെരുന്നാളിന് പോയ മകനെ കാണാതായപ്പോൾ മകൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ദിവ്യജ്ഞാനമൊന്നും മറിയത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് മറിയത്തോട് പ്രശ്നപരിഹാരത്തിനായി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ മറിയത്തിന് കഴിവില്ല. സ്വന്തം മകൻ എവിടെ പോയി എന്ന് പോലും അറിയുവാൻ മറിയത്തിന് ദിവ്യജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള മറിയത്തെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ എന്നൊക്കെ വിളിക്കുന്നത് മറിയത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. യേശു കുരിശിൽ മരിച്ചത് മറിയ അടക്കം സകല മനുഷ്യരുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറയാതെ മറിയത്തിന് ഒരിക്കലും പാപമോചനം പ്രാപിക്കാൻ അഥവാ രക്ഷിക്കപ്പെടാൻ കഴിയുമായിരുന്നില്ല. യഥാർത്ഥ മറിയത്തിനൊരു രക്ഷകൻ ആവശ്യമായിരുന്നു. മറിയം പറയുന്നത്, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, കർത്താവിനെ രക്ഷകനെന്ന് മറിയം വിളിക്കുന്നുണ്ട്. തനിക്ക് ഒരു രക്ഷകനെ ആവശ്യമായതുകൊണ്ടാണ് അപ്രകാരം വിളിക്കുന്നത്. അല്ലാതെ യഥാർത്ഥ മറിയം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ പാപം ചെയ്തിട്ടില്ല, ഞാൻ പരിശുദ്ധയാണെന്ന് മറിയം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് യേശുവിനെ ആവശ്യമില്ല, യേശുവിൻ്റെ കുരിശുമരണം എനിക്ക് ആവശ്യമില്ല, കാരണം ഞാൻ പാപം ചെയ്തിട്ടില്ല, പിന്നെ യേശുവിൻ്റെ കുരിശുമരണം എനിക്കെന്തിന്? അതുകൊണ്ട് പാപം ചെയ്യാത്ത മറിയം യഥാർത്ഥ മാതാവ് അമലോത്ഭവയല്ല. AD 870 ഇന്നത്തെ മാതാവ് അമലോത്ഭവയാണ്, പാപം ചെയ്തിട്ടില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചത്. ഇനി മൂന്നാമതായി, ഉടലോടെ സ്വർഗാരോപതിയല്ല. ബൈബിളിലെ മാതാവ് ഉടലോടെ സ്വർഗത്തിൽ പോയിട്ടില്ല. പക്ഷേ
കൊന്തയിൽ കാണുന്ന മാതാവ് ഉടലോടെ സ്വർഗത്തിൽ പോയ മാതാവാണ്. ഈ രണ്ട് മാതാവുകളും സെയിം അല്ല. എബ്രായ ലേഖനം 9:27 മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മറിയം ഒരു മനുഷ്യ സ്ത്രീ ആയതിനാൽ മരണം എന്ന ദൈവനിയമത്തിന് അവളും വിധേയയായി. കർത്താവിൻ്റെ വചനം പോലെ അന്ത്യനാളിൽ മറിയം ഉയർക്കും. യോഹന്നാൻ 6:40 മറിയം മരിച്ചതിന് ശേഷം ഉടലോടെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. യേശു പറഞ്ഞു യോഹന്നാൻ 3:13 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. അന്ത്യകാഹളം മുഴങ്ങുമ്പോഴാണ് ശരീരത്തിന് രൂപാന്തരം വന്ന് മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്നത്. 1 കൊരിന്ത്യർ 15:50-52 വരെയുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മറിയവും അന്നാളിൽ കാണും, പൗലോസും കാണും, വചനപ്രകാരം ജീവിച്ചു മരിച്ച സകല വിശുദ്ധരും കാണും. അതിൻ്റെ തെളിവ് 1 തെസ്സലോനിക്കർ 4:16-17, ദാനിയേൽ 12:13, 2 തിമോത്തി 4:7-8 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ മെത്രാന്മാർ പ്രചരിപ്പിക്കുന്ന ഇന്നത്തെ മാതാവ് ഉടലോടെ സ്വർഗത്തിലേക്ക് കയറിയവളാണ്. ഇത് ബൈബിളിലെ മാതാവല്ല. 1950 അവരുടെ മാതാവ് സ്വർഗത്തിൽ പോയെന്ന കാര്യം ഒരു പ്രഖ്യാപനത്തിലൂടെ പരസ്യമാക്കി. അവർ ഈ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരോടും ഈ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. എന്നാൽ ബൈബിളിലെ യഥാർത്ഥ മാതാവ് ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ടേയില്ല. നാലാമതായി, ബൈബിളിലെ മാതാവ് വിശ്വാസികളുടെ അമ്മയോ ലോകമാതയോ അല്ല. കുരിശിൻ്റെ ചുവട്ടിൽ മറിയം ഉൾപ്പെടെ അനേകർ നിന്നിരുന്നു. ഇതാ നിങ്ങളുടെ എല്ലാവരുടെയും അമ്മ എന്ന് മറിയത്തെ ചൂണ്ടിക്കാട്ടി കർത്താവായ യേശു അവരോട് പറഞ്ഞില്ല. മറിയത്തിൻ്റെ സംരക്ഷണ ചുമതല യോഹന്നാന് നൽകിക്കൊണ്ട് യോഹന്നാനോട് മാത്രമായി ഇതാ നിൻ്റെ അമ്മ എന്നാണ് യേശു പറഞ്ഞത്. ഇത് യോഹന്നാന് മാത്രമാണ് ബാധകം. അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും പൊതുവകയായ അമ്മയായിരുന്നു മറിയമെങ്കിൽ അവിടെയുള്ളവർക്കെല്ലാം അവരുടെ വീട്ടിലേക്ക് മറിയത്തെ കൊണ്ടുപോയി അഭയം കൊടുക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല. യോഹന്നാൻ മാത്രം തൻ്റെ വീട്ടിൽ മറിയത്തിന് അഭയം കൊടുത്തു. യോഹന്നാൻ 19 25-27 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാം. മറിയത്തെ സഹായിക്കുക എന്നതല്ലാതെ മറിയത്തിൽ നിന്ന് സഹായം കിട്ടുക എന്ന ചിന്തക്കേ ഇവിടെ സ്ഥാനമില്ല. ഹവ്വ ജീവനുള്ള എല്ലാവരുടെ മാതാവാകുമെന്നും സാറ ജനതകളുടെ മാതാവാകുമെന്നും ബൈബിളിലുണ്ട്. ഉൽപ്പത്തി 3:20, ഉൽപ്പത്തി 17:16 വാക്യങ്ങൾ. എന്നാൽ ബൈബിൾ ഒരിക്കലും മറിയത്തെ വിശ്വാസികളുടെ പൊതുവകയായ അമ്മയാക്കി ചിത്രീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് മറിയം വിശ്വാസികളുടെ മാതാവാണെന്ന് പറയാൻ അനുവാദമില്ല. സത്യക്രിസ്ത്യാനികളുടെ ശാശ്വതമായ അമ്മ സ്വർഗീയ യെരുശലേമാണ്. ഗലാത്യ 4:26 സ്വർഗീയ യെരുശലേം സ്വതന്ത്രയാണ്, അവളാണ് നമ്മുടെ അമ്മ എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. രണ്ട് അമ്മയുടെ ആവശ്യമില്ല. സ്വർഗീയ ജെറുസലേം ഒരു സ്ത്രീയല്ല, മറിച്ച് സ്വർഗീയ നഗരമാണ് എന്ന് വെളിപ്പാട് 21 കാണാം. ക്രിസ്ത്യാനികളുടെ അമ്മ സ്വർഗീയ യെരുശലേമാണ് എന്ന് പഠിപ്പിക്കാതെ മറിയമാണ് വിശ്വാസികളുടെ അമ്മ എന്ന് പറയുന്നത് കടുത്ത ദുരുപദേശവും ജനവഞ്ചനയുമാണ്. സ്വർലോകത്തിൽ രാജ്ഞിയില്ല. പുനരുത്ഥാനത്തിൽ ആൺ പെൺ വ്യത്യാസമില്ല. അവർ ദൂതന്മാരെ പോലെയാകുമെന്ന് കർത്താവ് മത്തായി 22:23-32 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ലോകമാതാവായും സ്വർലോക രാജ്ഞിയായും പൂജിക്കപ്പെടുന്ന ഇന്നത്തെ മറിയം ബൈബിളിലെ മാതാവല്ല.